ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ എറണാകുളം സ്വദേശി എറണാകുളം ആലുവയില് UC കോളേജിന്റെ അടുത്ത് താമസിക്കുന്ന ഹസീബ് തടിക്കക്കടവ്, അദ്ദേഹത്തിന്റെ ഒരു യൂട്യൂബ് ചാനലാണ് ജോബ് വേക്കൻസി ആൻഡ് സെൽഫ് ബിസിനസ് എന്ന് പറഞ്ഞിട്ട്. ഈ അടുത്ത കാലത്താണ് ഇദ്ദേഹത്തിന്റെ ഈ ചാനൽ പരിചയപ്പെടാൻ കഴിഞ്ഞത്. പിന്നീട് അദ്ദേഹത്തിന് ഫോണിൽ വിളിച്ച് സംസാരിക്കുകയെല്ലാം ചെയ്തു. അപ്പൊ അദ്ദേഹം പല കാര്യങ്ങളും സംസാരിച്ച കൂട്ടത്തിൽ ഒരു പോയിന്റ് പറഞ്ഞത്, അദ്ദേഹത്തിന് വണ്ടി തിരുവനന്തപുരം തുടങ്ങി കോഴിക്കോട് വരെ വണ്ടി ഓടിക്കേണ്ട ജോലി ഉള്ളതുകൊണ്ട് ചില സമയത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് വണ്ടിയുടെ അകത്തിരുന്നിട്ടാണെന്ന് പറഞ്ഞത്. ആ സമയത്ത് ലൈറ്റ് കുറവാണെങ്കിൽ അയാളുടെ വീഡിയോ അത്ര നന്നാകുന്നില്ല. ലൈറ്റ് കൂട്ടാൻ എന്താ വഴിയെന്ന് ചോദിച്ചപ്പോ ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു ടേബിൾ ലാമ്പ് വാങ്ങിയിരുന്നു. അത് ഹസീബ് തടിക്കടവിനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത്. ഇതാണ് ആ ടേബിൾ ലാമ്പ്. ഇത് അതിന്റെ ബോക്സ് ആണ്. ഇത് എറണാകുളത്ത് പള്ളിമുക്കിലെ ഇലക്ട്രോണിക് സിറ്റി എന്ന് പറഞ്ഞിട്ട് സ്ഥലത്ത് കിട്ടും. ഇത് മിക്കവാറും കേരളത്ത് എല്ലാ ഭാഗത്തും ഇത് കിട്ടിയേക്കും. ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ടേബിൾ ലാമ്പ് വാങ്ങിയാലും മതിയാവും. ഹസീബിനെ പോലത്തെ ആൾക്കാർക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ വെട്ടം കുറവാണെങ്കിൽ ഈ സാധനം ഉപയോഗിച്ചാൽ ആവശ്യത്തിന് വെട്ടം കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇതൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിന് 2 സ്വിച്ച് ഉണ്ട്. ഒരു സ്വിച്ച് ഇട്ടാല് വെട്ടം കുറച്ച് നമുക്ക് കിട്ടും. ഇനി വേറൊരു സ്വിച്ച് ഇട്ടാല് ഈ സ്വിച്ച് ഇതാണ്. രണ്ടാമത്തെ സ്വിച്ച് ഇട്ടാൽ വെളിച്ചം കൂടി, മറ്റേ ഭാഗത്തേക്ക് ഇട്ടാൽ വെട്ടം കുറവാണ്. ഏതായാലും ഈ ഒരു ലൈറ്റ് വണ്ടിയിലിരുന്ന് റെക്കോർഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ വീട്ടില് സന്ധ്യാസമയത്ത് രാത്രിയെല്ലാം റെക്കോർഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ലൈറ്റ് 2 ഒരെണ്ണം ഇടതുവശത്തും ഒരെണ്ണം വലതുവശത്തും വെച്ചാല് ഷെയ്ഡ് ഇല്ലാതെ കിട്ടും. അപ്പൊ ഒരെണ്ണത്തിന് 240 രൂപയാണ് വില. 2 വാങ്ങേണ്ടി വരും. അല്ലെങ്കിൽ ഒരെണ്ണം നേരെ മുൻപിൽ വെച്ചാൽ ഇതുപോലെ ഇരിക്കും. പിന്നെ ഇതിന് അത്ര ശക്തിയായ ലൈറ്റ് വരാത്തത് കൊണ്ട് കണ്ണിലടിക്കുന്നില്ല. നമ്മുടെ കണ്ണിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇങ്ങനെ നേരെ പിടിച്ചാലും. അപ്പോൾ അടുപ്പിച്ച് വെക്കുകയോ അകത്തി വെക്കുകയോ ചെയ്ത് സൗകര്യം പോലെ ചെയ്യാം. മറ്റൊരു ഗുണം ഇതിനുള്ളത്, ഇതിന്റെ ഈ ഹാൻഡിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും വളക്കാം, എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാം. അപ്പോ ഇത് കണ്ട എങ്ങനെ വേണമെങ്കിലും വളക്കാവുന്നത് കൊണ്ട് ഇത് വല്ല കസേരയുടെ കയ്യിലോ ജനലിന്റെ കമ്പിയിലോ അല്ലെങ്കിൽ ഷർട്ടിന്റെ ഹാങ്ങറിലോ ഒക്കെ തൂക്കിയിടാം. ഇതെങ്ങനെ തൂക്കിയിട്ടിട്ട് നമുക്ക് വേണ്ട ആംഗിളിലേക്ക് ഇതിനെ തിരിച്ചു വെച്ച് ലൈറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ടേബിൾ ലാമ്പാണ്. ഇത് ഇങ്ങനെ വളക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിന് വയർ കണക്ഷനൊന്നുമില്ല. ചാർജ് ചെയ്താൽ 2 മണിക്കൂർ കത്തുമെന്നാണ് പറയുന്നത്. വയർ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വണ്ടിയിലോ എവിടെയെങ്കിലും ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനൊക്കെ പോവുകയാണെങ്കിലും ഇത് ഉപയോഗിക്കാൻ നല്ലൊരു സാധനമാണ്. പിന്നെ വേറൊരു പ്ലസ് പോയിന്റ് ഉള്ളത്, ഇത് നമ്മുടെ മൊബൈലിന്റെ ചാർജർ ഉപയോഗിച്ച് ഇത് ചാർജ് ചെയ്യാം. അതിന്റെ ചാർജ് ചെയ്യാനുള്ള നോബാണ്. ചാർജ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ലൈറ്റ് കത്തും. ചാർജ് ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റ് കെട്ടുപോയിക്കോളും. പിന്നെ ഈ സ്വിച്ചിൽ 2 കൺട്രോൾ ഉണ്ട്. വെട്ടം കൂടുതലും വെട്ടം കുറവും, അങ്ങനെ 2 കൺട്രോൾ ഉണ്ട്. വളരെ നല്ല ഒരു ടേബിൾ ലാമ്പാണിത്. അപ്പോൾ ഹസീബിന് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വെളിച്ചം കുറവാണെങ്കിൽ ഇത് ഉപയോഗിക്കാൻ നല്ലൊരു ടേബിൾ ലാമ്പാണ്. ഇത് 2 വാങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം ഒരെണ്ണം കത്തിച്ചാൽ ഇങ്ങനെ ഷെയ്ഡ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ എന്റെ തലയുടെ പുറകെ ഒരു ഷെയ്ഡ് കാണുന്നുണ്ട്. ആ ഷെയ്ഡ് ഒരെണ്ണം മറ്റേ സൈഡിലും കൂടി വെക്കുകയാണെങ്കിൽ ഒട്ടും ഷെയ്ഡ് ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ എന്റെ ഒരു വശത്ത് ലൈറ്റ് കുറവാണ്. അപ്പോൾ മറ്റേ വശത്ത് ഒരെണ്ണം കൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കയ്യിൽ പൈസ ഉള്ള ആൾക്കാർ ഇത് 2 വാങ്ങുക. ഏതായാലും നല്ലൊരു ടേബിൾ ലാമ്പാണ്. ഹസീബ് തടിക്കടവിന്റെ ചാനല് നിങ്ങൾ കാണാൻ വേണ്ടി ഞാൻ ഇവിടെ ലിങ്ക് താഴെ ഇടാം. അദ്ദേഹത്തിന്റെ നമുക്ക് ജോലികളും സ്വയം ബിസിനസ്സുകളും തുടങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഹസീബ് തടിക്കടവിന്റെ ചാനൽ കാണുന്നത് നന്നായിരിക്കും. അത് കാണുക, അത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളായിട്ട് സഹകരിക്കുക, പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, ബൈ.